ഹലോ ഗായ്സ്, ഇന്ന് സൺഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു തുണി തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏട്ടൻ്റെ യൂണിഫോം. അപ്പോൾ അത് വാങ്ങാനായിട്ട് പോകണം എന്നിങ്ങനെ വിചാരിച്ചു, പക്ഷേ മടി പിടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഏട്ടനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ വരികളൊക്കെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ വാഴക്കൃഷിയൊക്കെയാണ് കേട്ടോ. വാഴക്കൃഷിയും അതുപോലെ തന്നെ കപ്പക്കൃഷിയൊക്കെയാണ് ഇട്ടുള്ളത്. ഇതിൻ്റെ സൈഡിൽ സാധാരണ നമ്മളെല്ലാവരും മതിൽ കെട്ടിയല്ലേ കാണുന്നത്. ഇവിടെ നമ്മൾ ചെടികൾ കൊണ്ടിട്ടാണ് കേട്ടോ മതിൽ പോലെ കെട്ടിയേക്കുന്നത്. ഫുൾ ചെമ്പരത്തിപ്പൂവ് അങ്ങനെ കുറേ ചെടികൾ വെച്ചിട്ടാണ് കേട്ടോ മതിൽ പോലെ ഇങ്ങനെ കെട്ടിയേക്കുന്നത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വെയിലും കൂടിയാണ് കേട്ടോ, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വാഴക്കൃഷിയാണ് കേട്ടോ. അപ്പോൾ അപ്പുറ സൈഡിലും ഇപ്പുറ സൈഡിലും എല്ലാം ഓരോ കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടനുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിലബേബിക്ക് പിന്നെ എന്നെ വേണമെന്നില്ല, ഏട്ടൻ്റെ കയ്യിൽ പൊക്കോളും. അപ്പോൾ അതാണ് നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന നെൽപ്പാടങ്ങൾ. പിന്നെ ഇത് കപ്പയും അതുപോലെ തന്നെ വാഴക്കൃഷിയും തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് കപ്പക്കൃഷിയും വാഴക്കൃഷിയാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഫുള്ളായിട്ട് അങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ചെറുതായിട്ട് അവിടെ നിന്നു. എന്നിട്ട് പോലും നിലാബേബിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏട്ടനങ്ങനെ പാടങ്ങൾ അവളിങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അവൾ ക്യാമറയിലോട്ട് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇത് ചെറിയൊരു കവുങ്ങാണ് കേട്ടോ. പൂത്ത് നിൽക്കുന്നത് കണ്ടില്ലേ? നമ്മൾ സാധാരണയായിട്ട് വലിയ വലിയ കവുങ്ങുകളാണ് പൂത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു കൗതുകമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഏട്ടനും മോളും അത് അവിടെ തന്നെ നോക്കി നിന്നത്. പിന്നീട് ഫുൾ അങ്ങോട്ടും ഇതുപോലെ വാഴയും കവുങ്ങും കപ്പയൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടി നടന്നാൽ മതി കേട്ടോ തുണി തയ്ച്ചത് വാങ്ങിക്കാനായിട്ട്. ഏട്ടന് പിന്നെ വണ്ടി സർവീസ് ചെയ്ത് വാങ്ങിക്കാനായിട്ട് പോകണമായിരുന്നു. അത് ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാനും മോളും തുണി തയ്ക്കുന്നത് വാങ്ങിക്കാനായിട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ മോളാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല, ഏട്ടൻ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഏട്ടന് ഇന്നത്തെ ദിവസം പണി കിട്ടിയ പോലെയാണ് കേട്ടോ. അവിടെ നിന്ന് ഇവിടെ വരെ ഏട്ടൻ തന്നെയായിരുന്നു അവളെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ ആക്കിയിട്ട് ഏട്ടൻ വണ്ടി വാങ്ങാനായിട്ട് പോയി. ഇതാണ് കേട്ടോ നമുക്ക് പോകേണ്ട വീട്. അങ്ങനെ ഞാനും നിലാബേബിയും ആ വീട്ടിലേക്ക് പോവാണ് കേട്ടോ തുണി തയ്ക്കുന്നത് വാങ്ങിക്കാനായിട്ട്. അപ്പോഴേക്കും ഏട്ടൻ വണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ചിക്കൻ വാങ്ങിക്കാനായിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് ചിക്കൻ വാങ്ങിക്കുന്ന കട. ബിസ്മി ചിക്കൻ സ്റ്റോൾ എന്നാണ് പേര് കേട്ടോ. അങ്ങനെ ഏട്ടൻ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. പിന്നെ ഞാൻ സിപ്പപ്പ് വേണമെന്ന് പറഞ്ഞാൽ അത് പോയി വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിൽ പോയി. ഇത് ചെറിയൊരു വീഡിയോ ആണ്, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ.